റീസർവേ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു 2 പെണ്ണുങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ അവിടെ. ഇതിനു മുമ്പ് ഞാൻ റീസർവേ മറ്റേ പോക്കുവരവ് റീസർവേ അത് KM മാണി നടത്തിയായിരുന്നു 91-നും 94-നും ഇടയ്ക്ക്. ഞാൻ എഞ്ചിനീയറിങ് കഴിഞ്ഞ് കിടക്കുന്ന കാലമായിരുന്നു. അപ്പോൾ ഞാനാണ് എൻ്റെ പ്ലോട്ടിലും എൻ്റെ പ്ലോട്ടല്ലായിരുന്നു, അന്ന് ഫാദറിൻ്റെ പ്ലോട്ടായിരുന്നു. ഫാദറിൻ്റെ പ്ലോട്ട് എൻ്റെ പ്ലോട്ടായത് 2008-ലല്ലേ. അതിന് മുമ്പ് അത് ഫാദറിൻ്റെ പ്ലോട്ടാണ്. ഫാദറിൻ്റെ പ്ലോട്ടിൽ 2 കൊച്ചന്മാരുടെ പ്ലോട്ടിൽ 3 ദിവസം അങ്ങോട്ട് പുള്ളി അവിടെ ഉണ്ടായിരുന്നു. 3 ദിവസം 3 ഫുൾ ഡേ ഉണ്ടായിരുന്നു പുള്ളി ഈ 3 പേരുടെ പ്ലോട്ട് ക്ലിയർ ചെയ്യാനായിട്ട്. അപ്പോൾ അവർ വളരെ പെർഫെക്റ്റായിട്ട് ചെയ്തത്. അതായത് നമ്മളൊരു 2 പണിക്കാരനെ കുഞ്ചാച്ചൻ അറേഞ്ച് ചെയ്തു. രാജു കൊച്ചപ്പൻ, മാധവൻ ഉണ്ടായിരുന്നു, പിന്നെ വേറൊരു പണിക്കാരനുണ്ടായിരുന്നു ഇവരുടെ കൂടെ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാനായിട്ട്. അവർ പഴയ ഡ്രോയിങ് നോക്കിയിട്ട് ഓരോ പുതിയ ഡ്രോയിങ് നമ്മൾ അകോടമ്പടി കാലത്ത് അന്ന് വലിയേട്ടൻ്റെ കയ്യിൽ നടന്ന ഡ്രോയിങ്ങോ ഒക്കെ അതിൻ്റെ കോപ്പിയൊക്കെ കൊച്ചാച്ചനെ കൊടുത്തിരുന്നു, അവർക്ക് കൊടുത്തു. നമ്മൾ ഈ കൊച്ചാച്ചനും ഡാഡി നമ്മൾ വാഗോടമ്പടിയുടെ അതിൻ്റെ ഡ്രോയിങ് എന്ന കോപ്പിയൊക്കെ അവർക്ക് കൊടുത്തു. എന്നിട്ട് അവർ ഇവിടെ സൈറ്റിൽ കല്ലുണ്ടായിരുന്നു, കല്ലും അപ്പോൾ ഡ്രോയിങ്ങിലെ മെഷർമെൻറ്റും അവർ പുതിയതായിട്ടെടുത്ത മെഷർമെൻറ്റും ഒക്കെ ആയിട്ട് വെരിഫൈ ചെയ്ത്, അതായത് വാഗോടമ്പടി നടത്തിയപ്പോൾ കല്ലിട്ടപ്പോൾ അതിലൊരു മെഷർമെൻറ്റ് ഉണ്ടല്ലോ നമ്മുടെ കയ്യിൽ, ആ മെഷർമെൻറ്റും ഇവർ പുതിയതായിട്ട് വെരിഫൈ ചെയ്ത് കൃത്യമായിട്ട് 1 by 1 പോയിൻറ്റ് ബൈ പോയിൻറ്റ് ആ ഡ്രോയിങ് ഇപ്പോൾ വില്ലേജുകാരുടെ കയ്യിൽ നിന്ന് ഞങ്ങളെടുത്തു. വില്ലേജുകാർ പറഞ്ഞു ഒരെണ്ണത്തിൽ പോലും മിസ്റ്റേക്ക് ഉണ്ടായിരുന്നില്ല ഞങ്ങളുടെ ചെയ്തതിൽ. റോയ് കൊച്ചപ്പൻ്റെ ചെയ്തതിൽ ആ പള്ളിയുടെ ഒരു അതിര്, അത് പക്ഷേ ഒരു മിസ്റ്റേക്കില്ല, അത് 90 വർഷം മുമ്പ് അങ്ങനെ കിടന്ന ഒരു സാധനമാണ്. അത് ചിലപ്പോൾ പുള്ളി അന്നേരം മെൻഷൻ ചെയ്ത് കാണും അങ്ങോട്ട് കയറി കിടക്കണമെന്നല്ലോ, നമ്മൾ ഓർക്കണല്ലോ അത്. ആ പള്ളിയുടെ റോയ് കൊച്ചപ്പൻ്റെ പറമ്പിൻ്റെ അവിടെ കോട്ടുപള്ളിയായിട്ടുള്ള പ്രശ്നം. അപ്പോൾ ഞാൻ 91-നും 94-നും ഇടയ്ക്ക്, കാരണം 94 മാർച്ചിൽ മുതൽ 95 മാർച്ച് വരെ എനിക്ക് അപ്രൻറ്റീഷിപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് എനിക്ക് പോകാൻ പറ്റിയില്ല, ഞാൻ ഫ്രീ ആയിട്ടുള്ള സമയമായിരുന്നു. അപ്പോൾ 94 മാർച്ചിന് മുമ്പുള്ള സമയമാണ്. 91 നവംബറിന് ശേഷമാണ് അത്. 91 ജൂണിന് ശേഷമാണ്. 94 മാർച്ചിന് മുമ്പുമാണ് ഈ പോക്കുവരവ് റീസർവേ. അത് റീസർവേ അതിന് മുമ്പ് 68-ലെങ്ങാണ്ട് വന്നായിരുന്നു, പക്ഷേ ഇത് പോക്കുവരവ് എന്ന് പറഞ്ഞൊരു റീസർവേ നടത്തും. KM മാണി നടത്തിയതാണ്. അന്ന് മെഷർമെൻറ്റ് ഓരോന്നായിട്ട് ടാബ്ലേറ്റ് ചെയ്ത്, അത് കഴിഞ്ഞ് വർഷങ്ങൾക്ക് ശേഷം 2008 ഞങ്ങളുടെ ഞാൻ എൻ്റെ ബ്രദറിനെയും ഭാഗോടമ്പടി ചെയ്യാൻ നേരത്ത് ഓരോ മെഷർമെൻറ്റും സൈറ്റും ഡ്രോയിങ്ങും പെർഫെക്റ്റായിരുന്നു, ഒരു മിസ്റ്റേക്ക് ഉണ്ടായിരുന്നില്ല, ഒരൊറ്റ മെഷർമെൻറ്റ് പോലും മിസ്റ്റേക്ക് ഉണ്ടായിരുന്നില്ല. അവർ പറഞ്ഞു എല്ലാം പെർഫെക്റ്റായിരുന്നു പറഞ്ഞു. ആ ചെയ്ത ഇത് വർഷങ്ങൾക്ക് മുമ്പ് 91-നും 94-ലാണ്. ഈ തവണ 2 ലേഡീസ് അവിടെ വന്നേച്ച്, ഞാനാണ് ഒരു ഉടമസ്ഥൻ ജോസി, വേറൊരു ഉടമസ്ഥൻ അപ്പുറത്ത് ഉണ്ണി, ഇവരാരെയും വിളിച്ചിട്ടില്ല. പുള്ളിക്കാരത്തെ അവിടെ സർവേ മെഷർമെൻറ്റും തുടങ്ങി. ആരോടും ചോദിക്കാം, ഉടമസ്ഥനോടും ചോദിക്കാതെ ഇത് എന്ത് പരിപാടി ഇവർ ചെയ്യണേ, ഇവരെന്താണ് ഇത് കേരളം മുഴുവൻ ഉണ്ടാക്കി, ഞങ്ങൾ അധികാരത്തിൽ പോണതിന് മുഴുവൻ ഉണ്ടാക്കിയെന്ന് കാണിക്കാനായിട്ട്. ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ കൃത്യം പ്രോപ്പറായിട്ട് ചെയ്യണം. അല്ലാണ്ട് ഞാൻ 4 കൊല്ലം എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് പഠിച്ച ആളാണ്. ഒരു കാര്യം വർക്ക് കാണുമ്പോൾ എനിക്കറിയാതെ എന്തൊരു ക്വാളിറ്റി ഉണ്ടെന്നുള്ളത്. ഇത് ഒരു ക്വാളിറ്റി ഇല്ലാത്ത വർക്ക്, ഒരു മെഷർമെൻറ്റ് പോലും ഇത് കൃത്യമായിട്ട് മെഷർമെൻറ്റ്സ് പഴയ ഡ്രോയിങ് ആയിട്ട് ചെക്ക് ചെയ്ത്, ഇവരുടെ കയ്യിൽ പ്രീവിയസ് ഡ്രോയിങ് ഇവരുടെ കയ്യിലുണ്ട്, ആ ഡ്രോയിങ് ആയിട്ട് ചെക്ക് ചെയ്ത് ഇപ്പോഴത്തെ ഡ്രോയിങ് നോക്കി അത് ടാബുലേറ്റ് ചെയ്ത്, ഞങ്ങളെ വാഗോടമ്പടി ഡ്രോയിങ്സ് ഉണ്ട് അതുമായിട്ട് റീചെക്ക് ചെയ്ത് പെർഫെക്റ്റ് ചെയ്ത് ആണ് ഇത് ചെയ്യേണ്ടത്. അങ്ങനെയാണെങ്കിൽ എറർ ഉണ്ടാവില്ല. ഇത് ഇവന്മാർ ഏതാണ്ട് ഉടായ്പ കൊണ്ട് ചെയ്യാൻ വന്നേക്കണു. അന്നൊക്കെ എന്ന് പറഞ്ഞാൽ അന്ന് 90-കളിൽ ചെയ്തപ്പോൾ കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻ 2-3 ദിവസം മുമ്പ് ഇവിടെ വന്ന ആൾ വന്ന് പറഞ്ഞായിരുന്നു, ഇന്ന ദിവസം ആൾ വരും. അപ്പോൾ അതനുസരിച്ച് ഇവിടെ അതിന് മുമ്പുള്ള അറേഞ്ച്മെൻറ്റ്സൊക്കെ ചെയ്ത് ഞാനാണ് ഒരു 3 ദിവസം പോയത്. 3 ദിവസം ഉണ്ടായിരുന്നു. 3 ദിവസം എല്ലാ പ്ലോട്ടിക്കിനും പോയത് ഞാനാണ്. 2 ദിവസം രാജു കൊച്ചപ്പൻ ഉണ്ടായിരുന്നു. ഞാനും 2 ദിവസം, അവസാനത്തെ 2 ദിവസം ഞാനും രാജു കൊച്ചപ്പനും, ആദ്യത്തെ ഒരു ദിവസം ഞാനും റോയ് കൊച്ചപ്പനും ആയിരുന്നു പോയത്. ഉണ്ണിയൊന്നും ഉണ്ടായിരുന്നില്ല. ഉണ്ണിയൊക്കെ അന്ന് എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുക, അവന് അവധി ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഫ്രീ ആയിരുന്നു. രാജു കൊച്ചപ്പന് ഈ കമ്പനി ഉള്ളതുകൊണ്ട് പുള്ളി 2 ദിവസം പുള്ളി ലീവ് എടുക്കാമെന്ന് പറഞ്ഞു, ഒരു ദിവസം റോയ് കൊച്ചപ്പൻ ലീവ് എടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അപ്പോൾ ആദ്യത്തെ ദിവസം ഇവിടുത്തെ റോയ് കൊച്ചപ്പൻ്റെ സ്ഥലങ്ങളും ഡാഡിയുടെ സ്ഥലങ്ങളൊക്കെ കുറച്ച് ചെയ്തു, അത് പുള്ളി ലീവ് എടുത്തു. പിന്നെ കുറച്ച് അപ്പുറ സൈഡിലേക്ക് പോയപ്പോൾ രാജു കൊച്ചപ്പൻ നിന്നു 2 ദിവസം. അങ്ങനെ ചെയ്തു പോയി. അന്ന് കോരത്തക്കുടിയിൽ കാടായതുകൊണ്ട് അവിടെ ചെയ്യാൻ പറ്റില്ലായിരുന്നു. അത് പിന്നീട് വാഗോടമ്പടി ചെയ്ത്.
പിന്നീടാണ് അളന്ന് തിരിച്ചത്. അന്ന് മൊത്തത്തിൽ കിടക്കുകയായിരുന്നു. ആധാരത്തിൽ ഇന്നയാൾക്ക് ഇവിടെ 60, അവിടെ അങ്ങനെ പറ്റില്ല, അവരോട് കല്ല് വേണമെന്ന് പറഞ്ഞു. അങ്ങനെ അതുകൊണ്ട് കൊരത്തുക്കുടിയിൽ അന്ന് ചെയ്തില്ല. പിന്നീട് ഞങ്ങൾ കല്ലിട്ട്, ഞങ്ങളുടെ കൈ കിട്ടിയപ്പോൾ ഞങ്ങൾ കല്ലിട്ട് അത് വെച്ച് വില്ലേജിൽ നിന്ന് ആളെ കൊണ്ടുവന്ന് പോക്കുവരവ് ചെയ്യിച്ചത്. ആ രണ്ടാമത് നമ്മൾ വില്ലേജ് പെർഫെക്റ്റ് ആയിരുന്നു. ഞാൻ എൻ്റെയും ജോസിയുടെ ബാവടമ്പള്ളിയിൽ വില്ലേജിൽ നിന്ന് വന്ന വില്ലേജ് ഓഫീസറും 5 പേരും വന്നു. അതിൽ മറ്റേ പുത്തൻകുരിശിയിൽ നിന്നുള്ള ഒരാളുണ്ടായിരുന്നു, പുള്ളിയുടെ പേര് വിട്ട് ജയൻ. പുള്ളി നല്ല ബെസ്റ്റ് സർവേയറായിരുന്നു. പുത്തൻകുരിശിയിൽ നിന്ന് ജയനും പിന്നെ വേറെ കുറച്ച് അവരുടെ കൂടെ ഒരു ലേഡി ഡെപ്യൂട്ടി വില്ലേജ് ഓഫീസർ ഉണ്ടായിരുന്നു, വില്ലേജ് ഓഫീസർ ഉണ്ടായിരുന്നു. എല്ലാവരെല്ലാം 5-6 പേര് കൂടിയാണ് എല്ലാ പ്ലോട്ടിലും വന്ന് നടന്ന് ഫുൾ ഡ്രോയിങ് മെഷർമെൻ്റ് എടുത്ത് പഴയ ഡ്രോയിങ് ആയിട്ട് ഞങ്ങൾ ഉടമ്പടി ചെയ്ത് കല്ലിട്ട് പോയത്. ഇതും ആരോടും ചോദിക്കാതെ വന്ന് എവിടെന്നെങ്കിലും വന്നു വെച്ചാൽ ഇവരെന്നെ എന്താണ് മൊത്തം കേരളം മുഴുവൻ റീസർവ് കമ്പ്യൂട്ടറിൽ കയറ്റുന്ന ഇപ്പോൾ പറയാൻ. ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ അത് 10 കൊല്ലം എടുത്താലും 20 കൊല്ലം എടുത്താലും പെർഫെക്റ്റായിട്ട് ചെയ്യണം. അല്ലാണ്ട് എന്തെങ്കിലും രായസം കാണിച്ചു വയ്ക്കുകയല്ല വേണ്ടത്. എന്ത് പരിപാടിയാണ് ഇവർ ചെയ്യുന്നത്? ഉടമസ്ഥനെ കൃത്യമായിട്ട് ഇൻഫോം ചെയ്തിട്ടില്ല, പ്രോപ്പറായിട്ട് മെഷർമെൻറ്റ് അവരെടുക്കുന്നില്ല. അവർ അനിയൻ്റെ പ്ലോട്ടിൽ ചെന്നിട്ട് അതിൻ്റെ മേളിൽ ആണ് സർവേ കല്ല് കിടക്കണത്. അവിടെ മണ്ണ് കട്ട് ചെയ്ത സ്ഥലത്ത് 1 മീറ്റർ ഇപ്പുറം വെച്ച് അവർ കുത്തിയെടുക്കണത്. കല്ല് കിടക്കുന്നത് ആ മണ്ണ് കട്ട് ചെയ്തതിൻ്റെ മേൽവശത്താണ് കല്ല് കിടക്കണം. അത് 1 മീറ്റർ അങ്ങോട്ട് മാറിയാണ്, 1.5 മീറ്റർ അങ്ങോട്ട്. അപ്പോൾ അങ്ങനെ കംപ്ലീറ്റ് മിസ്റ്റേക്കായിട്ട് ഇവർ നമ്മളോട് ചോദിക്കാതെ ചുമ്മാ ഒന്ന് എടുക്കാൻ പോയി. എന്ത് പരിപാടി ഇവർ ചെയ്യണം? ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ ഇത് വൃത്തിയായിട്ട് ചെയ്യണം. ഞാൻ എഞ്ചിനീയറിങ് 4 കൊല്ലം കഴിഞ്ഞ ആളാണ്. നമുക്കിതൊക്കെ കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും. കാരണം ഇപ്പോൾ എൻ്റെയും ബ്രദറിൻ്റെ പാർട്ടീഷൻ ചെയ്തതിൻ്റെ ഫുൾ ഡ്രോയിങ്, എൻ്റെ പ്രോപ്പർട്ടിയുടെ ഡ്രോയിങ്ങും ബ്രദറിൻ്റെ പ്രോപ്പർട്ടി ഡ്രോയിങ്ങും കറക്റ്റായിട്ട് ഫുൾ മെഷർമെൻറ്റ് ഡ്രോയിങ് നമ്മുടെ കയ്യിലുണ്ട്. സൈറ്റിൽ കല്ലും ഉണ്ട്, സർവേ കല്ല് സൈറ്റിലിട്ടിട്ടുണ്ട്, കയ്യിൽ ഡ്രോയിങ്ങും ഉണ്ട്, സെൻറ്റ് അടിച്ചതിൻ്റെ ടാക്സ് അടിച്ച റെസിപ്റ്റും ഉണ്ട്. മറ്റേ ഇവർ ചുമ്മാ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കൃത്യമായിട്ട് അത് ചെയ്ത് പോകണ്ടേ? നമ്മളിപ്പോൾ ഒരു മെഷർമെൻറ്റ് പഴയ ഡ്രോയിങ് ആയിട്ട് വെരിഫൈ ചെയ്ത് ചെക്ക് ചെയ്ത് പോകണ്ടേ? പിന്നെ ഇതിൽ വരും. അന്നേരം നിങ്ങൾ നോക്കി ചെക്ക് ചെയ്ത് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. പിന്നെ മിസ്റ്റേക്ക് ഉണ്ടാക്കാനായിട്ടാണ് ഇവർ ഉണ്ടാക്കണതിനാ. ഇവർ മിസ്റ്റേക്ക് ഉണ്ടാക്കി നമ്മളതിൻ്റെ പുറകെ നടത്തിക്കാൻ വേണ്ടിയാണ് ഇവർ ഈ പരിപാടി ചെയ്യണേ. ഒരു കാര്യം കൃത്യമായിട്ടും ക്ലിയറായിട്ടും ചെയ്യേണ്ടത്. നമ്മളൊരു റീസർവേ ഒരു കാര്യങ്ങൾ ചെയ്യുമ്പോൾ പോക്കൊരു റീസർവേ ചെയ്യുമ്പോൾ അത് കൃത്യമായിട്ട് ചെയ്യണ്ടേ? ഇനി അതിൻ്റെ പുറകെ നടക്കാനായിട്ടാണ് നമുക്കിങ്ങനെ ഇത് കറക്റ്റല്ല അത് കറക്റ്റല്ല എന്ന് പറഞ്ഞ് ഇനി ഉടമസ്ഥന്മാർ ഇതിൻ്റെ പുറകെ ജീവിതകാലം മുഴുവൻ ഇങ്ങനെ നടക്കാനായിട്ടാണ് ഇവന്മാർ ഈ പരിപാടി ഉണ്ടാക്കുന്നത്. ചെയ്യുമ്പോൾ അത് ക്ലിയറായിട്ട് ചെയ്യണം. 91-94 നല്ല പെർഫെക്റ്റായിട്ടായിരുന്നു ചെയ്തത്. അന്ന് ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നില്ല അന്ന് ചെയ്തതിൽ. 100% പെർഫെക്റ്റായിട്ടാണ് ചെയ്തത്. ഈ കോട്ടുപള്ളിക്ക് ആയിട്ടുള്ള ഒരു മീറ്റർ കൊച്ചുപള്ളിൻ്റെ അവിടെയുള്ള ഒരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ അത് അന്ന് പറ്റിയ മിസ്റ്റേക്കല്ല. അത് 100 വർഷം മുമ്പ് മതിൽ കെട്ടിയപ്പോൾ പറ്റിയ മിസ്റ്റേക്കാണ്. അത് 91-94 പറ്റിയ മിസ്റ്റേക്കല്ല. അത് 100 കൊല്ലം മുമ്പ് മതിൽ വെട്ടിയപ്പോൾ പറ്റിയ മിസ്റ്റേക്കാണ്. അതായത് ഇവിടെ കറുപ്പള്ളി വാര്യർ റോഡ് വെട്ടിയപ്പോൾ അന്ന് മതിൽ വെട്ടിയപ്പോൾ അന്ന് മതിൽ കെട്ടിയപ്പോൾ ഇറങ്ങിപ്പോയിട്ടുണ്ട്. അന്നത്തെ കാലത്തൊന്നും അത്ര ശ്രദ്ധിച്ചാണല്ലോ മണ്ണ് കിടക്കണേ, പറമ്പ് എങ്ങനെ കിടക്കണം ആ രീതിയിലും കെട്ടിക്കാണായിരിക്കും. ഡ്രോയിങ് ഒന്നും ആരും നോക്കിയിട്ടുണ്ടാവില്ല. മുറുവറ്റത്തിലെ പാപ്പച്ചൻ കൊച്ചുമൻ എപ്പോഴും ഡ്രോയിങ് ചെക്ക് ചെയ്തിട്ട് പുള്ളി മതിൽ കെട്ടുകൊടുന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഈ അടുത്ത പ്രദേശത്ത് പുള്ളിയാണ് അങ്ങനെ ഡ്രോയിങ് മറ്റേ സർവേറെ കൊണ്ടുവന്ന് ഡ്രോയിങ് നോക്കി മെഷർ ചെയ്ത് പുള്ളി പിന്നെ മതിൽ കെട്ടുകൊടുന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെ ഒരാളാണ് ഏറ്റവും പെർഫെക്റ്റായിട്ട് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുള്ളൂ. പിന്നെ ഞാനൊരു മതിൽ കെട്ടിയുള്ളൂ ഈറ്റമലയിൽ. അവിടെ മതിൽ കെട്ടാൻ നേരത്ത് നമ്മുടെ കയ്യിൽ ഡ്രോയിങ് ഉണ്ടായിരുന്നു. ഡ്രോയിങ് ചെക്ക് ചെയ്ത് ഞാൻ കെട്ടിയത്. ആസ് ഡ്രോയിങ് ആണോന്ന് ഞാൻ ഓരോ പോയിന്റിലും നോക്കിയായിരുന്നു. മതിൽ നിൽക്കുന്നത് ആസ് ഡ്രോയിങ് ആണോന്ന്. വളവ് വന്നപ്പോൾ വളവുള്ളിടത്ത് വളവ് തന്നെ മതിലിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ അന്ന് കൊച്ചപ്പനൊക്കെ പറഞ്ഞു അതൊന്നും വേണ്ട, നീ സ്ട്രെയിറ്റ് അതൊന്നും പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞു. അന്ന് എങ്ങനെയാണ് നമ്മുടെ ഡ്രോയിങ്ങുള്ളൂ അതുപോലെ തന്നെ കെട്ടാൻ പറ്റുള്ളൂ വിചാരിച്ചതെന്ന് പറഞ്ഞു. അങ്ങോട്ട് ഇറക്കി പിന്നെ ആരെങ്കിലും മുറിക്കാനും പിടിക്കാൻ പറഞ്ഞ പണിയല്ലേ. എങ്ങനെ ഡ്രോയിങ് കിടക്കണം അതുപോലെ തന്നെ കെട്ടുള്ളൂ എന്ന് പറഞ്ഞു. പിന്നെ വിട്ടും കൊടുത്തു വിട്ടു. അവിടെ ഈറ്റകളിൽ മതിൽ കെട്ടാൻ നേരത്ത് 2 അടി
1.5 അടി എല്ലാ സ്ഥലത്തും വിട്ടിട്ടുണ്ട്. ആ വളവിലും 1.5 മീറ്റർ വിട്ടിട്ടുണ്ട് ആ കർവിൻ്റെ അവിടെ. നാട്ടുകാർ പറഞ്ഞിട്ട് വിട്ടു കൊടുത്തു. അവർക്ക് വഴിക്ക് ഇച്ചിരി ഇത് വേണമെന്ന് പറഞ്ഞപ്പോൾ പിന്നെ 1.5 അടി വെച്ച് മിക്കവാറും സ്ഥലത്ത് വിട്ടു കൊടുത്തത്. പിന്നെ ആ കർവിൻ്റെ അവിടെ ഒരു 1.5 മീറ്ററും വിട്ടു കൊടുത്തു. അത് പിന്നെ നാട്ടുകാരായിട്ട് തമ്മിൽ വേണ്ടല്ലോ എന്ന് ഓർത്താണ് ചെയ്തത്.